ഇല്ലെന്നും വി ഗോവിന്ദ മാഷ് പറയുന്നു. നാളെ നവകേരള സദസ്സ് കഴിയുമ്പോൾ എന്താണ് ബാക്കി വയ്ക്കുന്നത്? ഒരു തുടർ ഭരണത്തിനുള്ള വലിയ ഊർജം കിട്ടുകയാണോ സർക്കാരിന്? അതല്ല മുഖപട ചടി കിട്ടുകയാണോ? ശ്രീ അരുൺ, ഇത് കേരളത്തിലെ ജനത ഇന്ന് ചങ്കിടിപ്പോടുകൂടിയാണ് പിണറായി വിജയന്റെ യാത്ര നോക്കിക്കാണുന്നത്. പിണറായി വിജയന്റെ ആ ദുരന്ത യാത്ര കടന്നു വരുന്ന വഴികളിലൊക്കെ അമ്മമാരും വയസ്സായ ആൾക്കാരുമൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളെയൊക്കെ റോഡിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. ഇന്ന് കോളേജിൽ പോണ്ട, സ്കൂളിൽ പോണ്ട, കാരണം ആ നരാധമന്റെ യാത്ര വരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു നരാധമൻ നയിക്കുന്ന ഒരു ക്രിമിനൽ സംഘത്തിന്റെ യാത്രയാണ് കഴിഞ്ഞ കാസർഗോഡ് നിന്ന് ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ 1969 രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാവം തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പിണറായി വിജയൻ വെറുതെ വിട്ടതല്ലോ. പിണറായി വിജയൻ നയിക്കുന്ന ആ യാത്രയെ അല്ലല്ല ഡോക്ടർ അരുൺ, ഞാൻ പന്നിന്നൊന്നും വിളിച്ചില്ലല്ലോ. അല്ലല്ല, ഗവർണറെ പന്നി എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ. അപ്പൊ അതുകൊണ്ട് അങ്ങേക്ക് വിഷമമുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ, അല്ല, എനിക്ക് അദ്ദേഹം മാനനഷ്ട കേസ് കൊടുത്തോട്ടെ. താങ്കൾക്ക് എന്താ പ്രശ്നം? അല്ല, നമ്മുടെ ചാനലിൽ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇവിടെ മനുഷ്യനെ തെരുവിലിട്ട് അടിക്കുന്നതിന് പരസ്യമായിട്ട് നേതൃത്വം കൊടുക്കുകയും അതിന് ആഹ്വാനം ചെയ്യുകയും അങ്ങനെ അടിക്കുന്നവനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പിണറായി വിജയനെ ഒരു നരാധമനെന്നല്ലാതെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 100-ലേറെ പാവപ്പെട്ടവരെ അരുങ്കൊല ചെയ്ത ഒരു കേരളമാണിത്. ഈ കേരളത്തിൽ അതേ രീതിയിലുള്ള പ്രവൃത്തിയുമായിട്ട് ഒരു മുഖ്യമന്ത്രി നയിക്കുന്ന യാത്ര നടത്തിക്കുമ്പോൾ ലോകത്തെവിടെയെങ്കിലും കേട്ട് കഴിയുണ്ടോ? സ്റ്റാലിൻ യാത്ര നടത്തിയാൽ പോലും ഇത്രയും ആക്രമണങ്ങൾ ഉണ്ടാവില്ലായിരുന്നു സ്റ്റാലിൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. സ്റ്റാലിനേക്കാൾ, അതോടൊപ്പം തന്നെ മാവോ സേതുവിനേക്കാൾ ഭീകരവാദിയെപ്പോലെ ഇങ്ങനെ യാത്ര നടത്തുന്ന പിണറായി വിജയൻ കേരളത്തിൽ കടന്നുപോയ പാതയിൽ മുഴുവൻ തന്നെ രക്തം ചിന്തിയാണ് വന്നിരിക്കുന്നത്. ഒരു സമാധാനത്തിന്റെയോ ഐശ്വര്യത്തിന്റെയോ വികസനത്തിന്റെയോ സന്ദേശം പിണറായി വിജയന് കേരളത്തിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ദുരന്തമാണ് ഇന്ന് തിരുവനന്തപുരത്തെത്തുമ്പോൾ നമ്മൾ കാണുന്നത്. മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ യാത്ര ഇന്ന് ഇവിടെ വന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, നാളെ ഇവിടെ വന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ആൾക്കാരാണ് ഇന്ന് ഈ കേരളത്തിലുള്ളത്. കാരണം ഈ അടിയും ആക്രമവും ഒന്നും അവസാനിക്കുമല്ലോ. പാവപ്പെട്ട യുവാക്കൾ വഴിയിൽ കിടന്ന് തലയിൽ പൂച്ചട്ടി കൊണ്ട് ഇടിക്കപ്പെടുന്നതും വികലാംഗനെ തൂക്കിയെടുത്താൽ തറയിലടിക്കുന്നതും ചവിട്ടുന്നതും ഒക്കെ കാണുന്നുണ്ടല്ലോ ഇനി ടിവിയിൽ. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ TV തുറന്നാൽ പല പരിപാടികളിലൂടെ നിരന്തരമായി ക്രിമിനൽ വൽക്കരണത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുളക് പൊടി നിറയ്ക്കുന്നത് നിങ്ങൾ കണ്ടില്ല? അല്ല, അതിലൂടെ ഒരു മുഖ്യമന്ത്രി തന്നെ ക്രിമിനലായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിൽ പാവപ്പെട്ടവൻ ചെയ്യുന്നതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? പ്രതിപക്ഷ നേതാവും ക്രിമിനലാണല്ലോ. സംശയം എന്താ? ഇത് ഇവര് തമ്മിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രതിപക്ഷ നേതാവ് എന്തിനാ ഈ ചാട്ടമൊക്കെ ചാടുന്നത്? ഈ പ്രതിപക്ഷ നേതാവും പിണറായി വിജയനും കൂടെ തെരുവിൽ കിടന്ന് യൂത്ത് കോൺഗ്രസുകാരെയും DYFIക്കാരെയും അടിപ്പിക്കുമ്പോഴല്ലേ തൊട്ടടുത്ത മെനിഞ്ഞാന്ന് ഈ യെച്ചൂരി ഇരുന്നിട്ട് ഗാർഗയെ നേതാവാക്കിയിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിയത്? ഈ യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും കൂടെ തീരുമാനിച്ചാൽ ഈ DYFIക്കാരനെ തെരുവിലിറക്കി അടിക്കണോ? യൂത്ത് കോൺഗ്രസിന് അടി വാങ്ങിച്ചു കൊടുക്കണോ? ഇവർക്ക് ഒറ്റ ഫോൺ വിളിയിൽ തീർക്കാവുന്ന വിഷയമല്ലേ ഉള്ളൂ. ഇതൊക്കെ കാപട്യമാണ്. വി ഡി സതീശനും പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ഒക്കെ ഈ കേരളത്തിൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്കാരെ വഞ്ചിക്കാനും പറ്റിക്കാനും ചതിക്കാനും വേണ്ടിയുള്ള നാടകമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിലുള്ള നാടകമാണ് എന്നാണ്. ഇതിന്റെ ഇരകളായിട്ട് കുറെ ഡിഫിക്കാരും കുറെ യൂത്ത് കോൺഗ്രസുകാരും മാറുകയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് ഒരു ജനകീയ സർക്കാർ ജനങ്ങളോടൊപ്പം എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു പോലീസിന്റെ 2500 പോലീസിന്റെ വലയത്തിനകത്ത് ഞാൻ ഇരട്ടച്ചങ്കനാണെന്ന് പ്രഖ്യാപിച്ച് നടന്ന് ഇന്ന് ഒന്നുമില്ലാന്നും പോലീസ് ഇല്ലാതെ എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന ഭീരുവിനെ പോലെ സഞ്ചരിക്കുന്ന, ഭീരുവായിട്ട് കണ്ണാടിക്കൂട്ടിൽ വന്യമൃഗങ്ങളെ കൊണ്ടുവരുന്നത് പോലെയാണ് 21 മന്ത്രിമാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വന്യമൃഗങ്ങളുടെ സ്വഭാവം തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തെരുവിൽ കാണിക്കുന്നത്, അവരുടെ സഖാക്കന്മാർ കാണിക്കുന്നത്. ഇങ്ങനെ ഈ ഭീകര വന്യജീവികൾ വരുന്നത് പോലെ മന്ത്രിസഭ വരുമ്പോൾ ഇവിടത്തെ ഗവർണർ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ല, ജനാധിപത്യ രീതി തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ലല്ലോ. നിങ്ങൾക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സ്വഭാവവും നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, പന്നികളെ പോലെയുള്ള സ്വഭാവമുള്ള ആളാണെന്ന് നിങ്ങളെ പോലെയുള്ളവർ. ഗവർണറെ അങ്ങനെ അധിക്ഷേപിച്ച ആളാണല്ലോ. അപ്പോ
അങ്ങ് ആവർത്തിച്ചു പറയുന്ന ഒരു അല്ല, കാര്യമാണ്. പിണറായി വിജയൻ അല്ലല്ല, പറയുമ്പോൾ നോവുന്നുണ്ട്. അങ്ങനെയല്ല, ഗവർണർ അങ്ങനെയല്ല, എത്രയും അങ്ങനെയല്ല. നിജമായ ഇല്ലില്ല, ഞാൻ വിജയം ഗവർണർക്ക് ലഭിച്ച